ഡിയർ ഫ്രണ്ട്സ്, ഇലക്ട്രിക് സ്കൂട്ടറുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് കൃഷ്ണഗിരിയിലെ ഓലയുടെ ഫ്യൂച്ചർ ഫാക്ടറിയിലേക്ക് പോകാം. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദി സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്ത്. പണ്ടെല്ലാം ഒരു ഫാക്ടറിയിലെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതായത് ഫാക്ടറിയിലെ പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോകുന്നത് മനുഷ്യർ തന്നെയായിരുന്നു. ഇപ്പോഴത് റോബോട്ടുകളാണ്, അല്ലെങ്കിൽ നമുക്ക് അവയെ ഓട്ടോമേറ്റഡ് വാഹനങ്ങൾ എന്ന് വിളിക്കാം. നോവസ് എന്ന് പേരുള്ള ഒരു കമ്പനിയാണ് ഈ റോബോട്ടുകളെ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഈ ഒരു മോഡലിന്റെ പേര് കാരി എന്നാണ്. ഓല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കിറ്റ് ഫാക്ടറിയിലേക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ഈ റോബോട്ട് ചെയ്യുന്നത്. പണ്ട് ടാറ്റ മോട്ടോഴ്സ് ഒക്കെ ഇതേപോലെ ഓട്ടോമാറ്റഡ് വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്ക് ഫാക്ടറികളിൽ സഞ്ചരിക്കാൻ വേണ്ടി മാത്രമായി പ്രത്യേക ട്രാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഓട്ടോമാറ്റഡ് വാഹനങ്ങളെ പ്രോഗ്രാം ചെയ്ത് സാധനങ്ങൾ എത്തിക്കേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്താൽ എത്ര തിരക്കിനുള്ളിലൂടെയും ആരെയും തട്ടാതെ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കും. 3 മുതൽ 4 km/h വരെയാണ് ഈ ഓട്ടോമാറ്റഡ് വാഹനത്തിന്റെ സ്പീഡ്. നിങ്ങൾക്ക് അതിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ലേബർ കാശ് കമ്പനിക്ക് ഇതിലൂടെ ലാഭിക്കാനും സാധിക്കും. ഇനി നമുക്ക് സെല്ലുകൾ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ലിഥിയം അയൺ സെല്ലുകൾ അടക്കി വെച്ച് യോജിപ്പിക്കുന്ന കാലിയായ ജിഗാണിത്. ഇതിലേക്കാണ് സെല്ലുകൾ ഇറക്കി വെക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെള്ള നിറത്തിലുള്ള 2 പ്ലേറ്റുകൾ കാണാം. സെല്ലുകളുടെ താഴത്തെ ഭാഗത്ത് വരുന്ന പ്ലേറ്റുകളാണിത്. ഈ പ്ലേറ്റുകൾ നേരെ പോകുന്നത് ഗ്ലൂ സെക്ഷനിലേക്കാണ്. പ്ലേറ്റുകളിലേക്ക് പശ തേക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് സെല്ലുകൾ നിരനിരയായി പ്ലേറ്റുകളിൽ ഒട്ടിച്ചു വെക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വോൾട്ടേജും പ്രതിരോധ ശക്തിയുടെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം സെല്ലുകൾ നിങ്ങൾക്ക് സോർട്ടിംഗ് മെഷീനിൽ നിന്നും പുറത്തു വരുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്നും ബാറ്ററി എടുത്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ലൈനുകളിലേക്ക് ഒരു റോബോട്ട് സെല്ലുകൾ കൊണ്ട് തള്ളുന്നത് നിങ്ങൾക്ക് കാണാം. 8 ലൈനുകളാണ് അവിടെയുള്ളത്. സെല്ലുകളുടെ വോൾട്ടേജ് അനുസരിച്ച് അതാത് ലൈനുകളിൽ കൊണ്ടുപോയാണ് തള്ളുന്നത്. സോർട്ട് ചെയ്ത സെല്ലുകൾ ഒരു റോബോട്ട് വന്ന് നേരത്തെ പറഞ്ഞ ആ വെള്ള നിറത്തിലുള്ള പശയോട് കൂടിയ പ്ലേറ്റുകളിൽ നിരത്തി വെച്ച് ഒട്ടിക്കുന്നത് കാണാം. ഒരേ സമയത്ത് 4 പ്ലേറ്റുകളാണ് റോബോട്ട് കൈകാര്യം ചെയ്യുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് 3 വരികളിലും എതിർഭാഗത്ത് 4 വരികളിലുമാണ് സെൽസ് നിരത്തി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. 112 സെല്ലുകളുടെ 2 മോഡ്യൂൾസ് ആണ് ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ളത്. മൊത്തത്തിൽ 224 സെൽസ്. നമ്മൾ നേരത്തെ കണ്ടത് താഴത്തെ പ്ലേറ്റിൽ സെല്ലുകൾ നിരനിരയായി ഒട്ടിച്ചു വെച്ചതാണ്. അതേപോലത്തെ വേറെ പ്ലേറ്റുകൾ സെല്ലുകളുടെ മുകളിലും പശ വെച്ച് ഒട്ടിക്കുകയാണ് ഇപ്പോൾ ഇവിടെയും ചെയ്യുന്നത്. ഈ പശയെല്ലാം ബാറ്ററിയുമായി നല്ല രീതിയിൽ ഒട്ടിക്കുന്നത് അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഫിക്സ് ആവും, കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച ബസ് ബാർ ആണ്. ഓരോ സെല്ലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ് ബസ് ബാർ ഉപയോഗിക്കുന്നത്. വയർ ബോണ്ടിംഗ് എന്നാണ് നമ്മൾ അതിന് പറയുക. വയർ ബോണ്ടിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ കാണാം. ഇങ്ങനെയാണ് വയർ ബോണ്ടിംഗ് ചെയ്യുന്നത്. അലൂമിനിയം വയറാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫ്യൂസിന്റെ ജോലിയാണ് ഈ വയറുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സെൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്കണക്ട് ആവും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സെല്ലുകൾക്ക് ഒരു കേടുപാടുകളും സംഭവിക്കാതെ അപകടം ഒഴിവായി കിട്ടും. താഴെയും മുകളിലുമുള്ള പ്ലേറ്റുകൾക്കിടയിൽ ഒട്ടിച്ചു വെച്ച സെല്ലുകളെ ഒരു കേസിന്റെ ഉള്ളിലാക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു ബാറ്ററി പാക്കായി. ഇതാണ് BMS, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. ബാറ്ററി പാക്കിന്റെ നടുവിലാണ് BMS ഫിക്സ് ചെയ്തിരിക്കുന്നത്. ടോർക്കിംഗ് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IP67 റേറ്റിംഗ് ഉള്ള ബാറ്ററിയാണ്. വെള്ളം ഉള്ളിൽ കയറാൻ പാടില്ലല്ലോ. ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. മുഴുവനും എയർ കണ്ടീഷൻ ആണ്. ബാറ്ററിയുടെ മുഴുവൻ ടെസ്റ്റുകളും കഴിഞ്ഞ് ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 50% SOC, അതായത് സ്റ്റേറ്റ് ഓഫ് ചാർജ്. ഇതാണ് വെൽഡിംഗ് സെക്ഷൻ. ഓല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ മെയിൻ ഫ്രെയിമിലേക്ക് 40 ചെറിയ പാർട്സുകളാണ് വെൽഡിംഗ് ചെയ്യാനുള്ളത്. വെൽഡിംഗ് ചെയ്യാനുള്ള പാർട്സുകൾ വെൽഡിംഗ് സ്റ്റേഷനിൽ അടക്കി വെക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു റോബോട്ടിക് മെഷീന്റെ ഒരു ഭാഗത്ത് വെൽഡിംഗ് ചെയ്യാനുള്ള പാർട്സുകൾ അടക്കി വെക്കുന്നതിനോടൊപ്പം മറുഭാഗത്ത് റോബോട്ട് വെൽഡിംഗും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 റോബോട്ട് കൈകളാണ് സ്റ്റേഷൻ നമ്പർ 1ലെ വെൽഡിംഗ് മുഴുവനും ചെയ്യുന്നത്. ഇതിനെ മിഗ് വെൽഡിംഗ് എന്നാണ് പറയുക. ഇപ്പോൾ ഏകദേശം പകുതി വെൽഡിംഗ് ആണ് കഴിഞ്ഞത്. ബാക്കിയുള്ള വെൽഡിംഗ് സ്റ്റേഷൻ 2ലാണ്. പകുതി വെൽഡിംഗ് കഴിഞ്ഞ ഫ്രെയിം ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേഷൻ 2ലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. സ്റ്റേഷൻ 1ലേത് പോലെ തന്നെ ബാക്കിയുള്ള പാർട്സുകൾ റോബോട്ട് വെൽഡ് ചെയ്ത ശേഷം മുഴുവനായ ഫ്രെയിം പിന്നീട് പോകുന്നത് പെയിന്റ് ഷോപ്പിലേക്കാണ്. 2 പെയിന്റ് ഷോപ്പുകളാണ് ഈ ഫാക്ടറിയിൽ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്ലാസ്റ്റിക് പെയിന്റ് ഷോപ്പാണ്. സോൾവെന്റ് ബേസ് പെയിന്റ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് മെറ്റൽ പെയിന്റ് ഷോപ്പാണ്. ഇവിടെ വാട്ടർ ബേസ് പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്. പെയിന്റിംഗിന്റെ കുറെ തരം കോട്ടിംഗ്സുകളാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് റോബോട്ടുകളാണ്. അവസാനത്തെ ക്ലിയർ കോട്ടും കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് ചെയ്ത പാർട്സുകളെല്ലാം പെയിന്റ് ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്ന മാറ്റ് ഫിനിഷ് ചെയ്ത പാർട്സുകൾക്ക് ക്ലിയർ കോട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ PMSM മോട്ടോറും ബെൽറ്റ് ഡ്രൈവ് മൊഡ്യൂളുമാണ്.
ഫ്രെയിമാണ്. നിലവിൽ ഇത് ഇവിടെ നിർമ്മിക്കുന്നതല്ല, പുറത്തു നിന്നും വരുന്നതാണ്. ഭാവിയിൽ മോട്ടോർ ഇവിടെ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. പെയിന്റ് ഷോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഫ്രെയിമിൽ ഇനി മോട്ടോർ ഫിറ്റ് ചെയ്യുകയാണ് അടുത്ത ജോലി. അതിനുശേഷം അവസാന അസംബ്ലിംഗിൽ 8 മണിക്കൂറോളം ടെസ്റ്റ് ചെയ്ത ബാറ്ററി പാക്ക് ഈ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര പെർഫെക്റ്റ് ആയിട്ടും എത്ര നീറ്റ് ആയിട്ടുമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കൂ. പക്ക പ്രൊഫഷണൽ. 24 കിലോഗ്രാം ആണ് ബാറ്ററിയുടെ ഭാരം വരുന്നത്. ഇനിയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫൈബർ പാർട്സും വയറിങ്ങും ബ്രാൻഡിങ്ങും കൺട്രോൾ യൂണിറ്റും ടയറുകളും എല്ലാം ഈ ഫ്രെയിമുമായി യോജിപ്പിക്കലാണ്. എല്ലാം കഴിഞ്ഞ് ഒരു മുഴുവൻ ഓല ഇലക്ട്രിക് സ്കൂട്ടർ ആകുമ്പോഴേക്കും ഇതിന്റെ ഭാരം വരുന്നത് 118 കിലോഗ്രാം ആണ്. ഇപ്പോൾ നമ്മുടെ ഓല ഇലക്ട്രിക് സ്കൂട്ടർ ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് ടെസ്റ്റ് റൈഡ് ആണ്. ഫാക്ടറി കോമ്പൗണ്ടിൽ തന്നെ അതിനുള്ളൊരു ട്രാക്കുമുണ്ട്. ഫാക്ടറിയുടെ ചുറ്റുമാണ് ടെസ്റ്റിംഗ് ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ വെള്ളത്തിലൂടെയുള്ള ഒരു ടെസ്റ്റും അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ വെള്ളത്തിന് കുറച്ചുകൂടി ആഴം വേണമായിരുന്നു. ഇത് വല്ലാതെ കുറഞ്ഞുപോയി. ടെസ്റ്റ് റൈഡ് കഴിഞ്ഞതിന് ശേഷം വണ്ടി വീണ്ടും ഫാക്ടറിയിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം പിന്നെ ഡൈനോമീറ്റേഴ്സ് ടെസ്റ്റുമാണ് നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫൈനൽ ക്വാളിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ഓരോ സ്കൂട്ടറുകൾക്കും 25ഓളം ടെസ്റ്റുകളാണ് ഇവിടെ നടത്തുക. അതായത് മാക്സിമം സ്പീഡ്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, LED ലൈറ്റ്സ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള എല്ലാ വലുതും ചെറുതുമായ കാര്യങ്ങളും. അതിനുശേഷം ഓല ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക്. Stop telling people how to run their business.